യേശുനാഥൻ നൽകിയ സംതൃപ്തിയിൽ നിന്നും യേശുനാഥനെ അന്വേഷിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അപ്പം തിന്ന് സംതൃപ്തരായ ജനക്കൂട്ടം യേശുനാഥനെ കാണായികയാൽ അവനെ അന്വേഷിച്ച് വള്ളങ്ങളിൽ കയറി മറുകരയിലേക്ക് എത്തുന്നു. 3 ചോദ്യങ്ങളാണ് ഇവിടെ ജനക്കൂട്ടം യേശുനാഥനോട് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, റബി, നീ എപ്പോഴാണ് ഇവിടെ എത്തിയത്? ഈ ചോദ്യത്തിന് യേശു ഉത്തരം പറഞ്ഞില്ല. അഥവാ യേശുനാഥൻ ഉത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ അത് ഇങ്ങനെയാകുമായിരുന്നു: ഞാൻ രാത്രിയിൽ എൻ്റെ ശിഷ്യന്മാരെ സഹായിക്കാൻ ഗലീലി കടലിന് മുകളിലൂടെ നടന്നു. തുടർന്ന് ഞങ്ങളുടെ ബോട്ട് അത്ഭുതകരമായി കടലിൻ്റെ ശേഷിക്കുന്ന ദൂരത്തിലൂടെ കടത്തിവിട്ടു. അപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്നാൽ യേശുനാഥൻ അവരോട് ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്: നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. കർത്താവായ യേശുനാഥൻ എപ്പോൾ വന്നു, എന്തിനാണ് വന്നു എന്ന് അവരോട് പറയുന്നതിന് പകരം യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ വന്നതിൻ്റെ കാരണം, ജനക്കൂട്ടം വന്നതിൻ്റെ കാരണം കർത്താവ് അവരോട് പറയുകയായിരുന്നു. അവർക്ക് അത്ഭുതത്തിലൂടെ ലഭിച്ച അപ്പത്തേക്കാളും അധികം ഭക്ഷണം വീണ്ടും വീണ്ടും അവർ ആഗ്രഹിച്ചു. ആത്മീയ ജീവിതയാത്രയിൽ എപ്പോൾ, എന്തിന് എന്ന ചോദ്യങ്ങളല്ല, കാരണം ക്രിസ്തുവുമായി ചേർന്നിരുന്ന് അന്വേഷിക്കുകയാണ് വലുത് എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മൾ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാക്കുന്നതിൽ നിന്ന് ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ നിന്ന് കൂടുതൽ പഠിക്കാൻ കഴിയും. ഗലീലി കടൽ ചുറ്റി യേശുവിനെ അനുഗമിച്ച് ചോദ്യം ചോദിച്ചവരുടെ കാര്യവും ഇതുതന്നെയായിരുന്നു. അവർ അപ്പം ആഗ്രഹിച്ചു. എന്നാൽ അപ്പം മാത്രമല്ല, തങ്ങളുടെ റോമൻ അധിനിവേശത്തിന് അടിച്ചമർത്തുകൾക്ക് എതിരെ അവരെ നയിക്കാൻ അത്ഭുതകരമായ ഒരു അത്ഭുത രാജാവിനെ അവർ യേശുവിൽ അന്വേഷിച്ചു. കർത്താവ് അവരോട് പറഞ്ഞു, നശിച്ചു പോകുന്ന ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കാതെ നിത്യജീവന് വേണ്ടിയുള്ള ഭക്ഷണത്തിനായി അധ്വാനിക്കുവിൻ എന്ന്. നശിച്ചു പോകുന്ന ഒരു രാജ്യത്തിൻ്റെ രാജാവാകുവാനല്ല, നിത്യമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ രാജാവാണ് താനെന്ന് കർത്താവ് അവിടെ പ്രഖ്യാപിക്കുക കൂടിയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം അവർ കർത്താവിനോട് ചോദിച്ചത്, ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരാകുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി: അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക. നാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് യേശുവിൽ നിന്നാകണം. യേശുവിൽ നിന്ന് മാത്രമേ ദൈവത്തെങ്കിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കർത്താവ് അവരോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ദൈവപിതാവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അനുസരണം പുത്രനായ ദൈവത്തെ അനുസരിക്കുക എന്നതാണ്. യേശുവിനെ അനുസരിക്കുവാനും യേശുവിലൂടെ ദൈവത്തിൻ്റെതാകുവാനുമാണ് തിരുസഭയിൽ നാം കൂദാശകൾ അനുവർത്തിക്കുന്നതും കൽപ്പനകൾ പാലിക്കുന്നതും ക്രിസ്തു അപ്പോസ്തലികതയുടെ ശ്ലൈഹിക പാരമ്പര്യം പിന്തുടരുന്നതും. അതാണ് വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പാരമ്പര്യങ്ങളും പഠനങ്ങളും നാം അനുവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത. അവർ യേശുവിനോട് ചോദിച്ച മൂന്നാമത്തെ ചോദ്യം, ഞങ്ങൾ കണ്ട് വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? ശേഷം അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചിട്ടുണ്ട്. നീ ഇവിടെ 5 അപ്പം 5000 പേർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്ത് വ്യത്യാസമാണ് ഇതിൽ ഉള്ളത് എന്ന് അവർ പറയാതെ പറയുകയായിരുന്നു. യേശുനാഥൻ അവരുടെ മനസ്സിനെ ഭൗമിക കാര്യങ്ങളിൽ നിന്നും സ്വർഗീയ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഉയർത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. വില്യം ബാർക്ലേ ഇപ്രകാരമാണ് പറഞ്ഞു വച്ചത്: ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് മനുഷ്യർക്ക് ശാരീരിക വിശപ്പിൽ നിന്നുള്ള സംതൃപ്തിയല്ല, മറിച്ച് ജീവൻ നൽകി. യഥാർത്ഥ സംതൃപ്തി തന്നിൽ മാത്രമാണെന്ന് യേശു അവകാശപ്പെടുകയായിരുന്നു. കർത്താവായ യേശുനാഥൻ പറഞ്ഞ അടയാളം അത് കർത്താവായ യേശുനാഥൻ തന്നെയായിരുന്നു. അടയാളത്തെ കാണുകയല്ല, അടയാളത്തെ ഭക്ഷിക്കുകയും അടയാളത്തിൻ്റെ അനുഭവമായി നിങ്ങൾ മാറുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള വിശ്വാസധർമ്മമെന്ന് കർത്താവ് പറഞ്ഞു തരികയായിരുന്നു.
ഒടുവിൽ അവർ ക്രിസ്തുവിനോട് അഭ്യർത്ഥിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്കും തരണമേ എന്ന്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, ദൈവമേ, അവിടുത്തോട് ചേർന്ന് അവിടുത്തെ ഭക്ഷിച്ച് അവിടുത്തെ അനുഭവിച്ച് അവിടുത്തേതായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. കാരുണ്യം നിറയുന്നോരപ്പം ഉള്ളിൽ ഉൾക്കൊള്ളാൻ ആശയോടെ നിൽക്കുമ്പോൾ പറയാനാവാത്ത സന്തോഷം. ഇതെനിക്കായി മുറിഞ്ഞ ശരീരം, ഇതെനിക്കായി ചിന്തിയ രക്തം, അതോർത്തു ഞാൻ നിന്നെ ഉൾക്കൊള്ളട്ടെ, അതോർത്തു ഞാൻ നിന്നെ ഉൾക്കൊള്ളട്ടെ.
വാ